താൽക്കാലിക വിസി നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല നിയമപ്രകാരം അല്ല നിയമനം നടത്തിയത്. ചാൻസലർ സർക്കാരുമായി യോജിച്ച് തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി. വിധി വന്ന ശേഷവും അതിന്റെ അന്തസത്തയ്ക്കെതിരായ നടപടിയാണ് ഗവർണറിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് നിയമിച്ചവർ സർക്കാർ പാനലിലുള്ളവരല്ലെന്നും കത്തിൽ പറയുന്നുണ്ട്. സൈഫുദ്ദീൻ ചേരുന്നു. സൈഫ്, കത്തിൽ എന്തൊക്കെയാണ്? രാവിലെ ഒരു കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് നൽകിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് സ്ഥിരം വിസിമാരെ നിയമിക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി 2 മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുമായി കൂടിയാലോചിച്ച് വേണം നിയമനങ്ങൾ നടത്താൻ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി രാവിലെ അയച്ച കത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കത്ത് കിട്ടിയതിന് പിന്നാലെയാണ് താൽക്കാലിക വിസിമാരായി 2 സർവകലാശാലകളിലേക്ക് 2 പേരെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിയമിച്ചിരിക്കുന്നത്. ഒന്ന് സാങ്കേതിക സർവകലാശാലയിലേക്ക് കെ ശിവപ്രസാദിനെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് സിസ തോമസിനെയുമാണ് നിയമിച്ചത്. ഇവർ 2 പേരുടെ നിയമനം നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോയതാണ്. അവരെ തന്നെ വീണ്ടും നിയമിക്കുക വഴി സംസ്ഥാന സർക്കാരിനോട് ഒരു വെല്ലുവിളി തന്നെയാണ് ഗവർണർ നടത്തിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് വീണ്ടും ഒരു കത്ത് അയച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടല്ല താൽക്കാലിക വിസി നിയമനം നടത്തിയിരിക്കുന്നത്. സർക്കാരുമായി കൂടിയാലോചിച്ച് വേണം വിസി നിയമനം നടത്താൻ എന്നാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അതിനൊപ്പം തന്നെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നിയമനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ നിയമനം റദ്ദാക്കണം എന്നാണ് മുഖ്യമന്ത്രി അയച്ച കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഗവർണർ അത് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധം ഒരു കത്തിലൂടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അറിയിക്കുന്നു. അതിനൊപ്പം തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള ആലോചനകളും സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ധന്യ. ശരി, സൈഫ്.